സോഷ്യൽ മീഡിയ ആരംഭിച്ച കാലം മുതൽ പലതരത്തിലുള്ള ഫാൻ ഫൈറ്റുകൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ ഫാൻ ഫൈറ്റ് മുതൽ ഏറ്റവും കൂടുതൽ പ്രദീപ് രംഗനാഥ്, ശിവകാർത്തികേയൻ ഫാൻ ഫൈറ്റ് വരെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫാൻ ഫൈറ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. ദുൽഖറിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കാന്തയിലെ പ്രകടനം ഗംഭീരമാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഈ പ്രകടനം അന്യഭാഷയിലെ ഒരു മലയാള നടന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് കാന്തയിലെ എന്ന് ചില പേജുകളിൽ അഭിപ്രായപ്പെട്ടു. ഇരുവരിലെ മോഹൻലാലിന്റെ പെർഫോമൻസ് പോലും ദുൽഖറിന്റെ പ്രകടനത്തിൽ അത്രയില്ലെന്ന് ചില ആരാധകർ അവകാശപ്പെടുന്നു. ഇരുവരിൽ മോഹൻലാൽ എംജിആറായിട്ട് വേഷമിട്ടത് തമിഴ്നാട്ടുകാരെ പോലും സ്വീകരിച്ചിട്ടില്ലെന്നും ചില പേജുകളിൽ അഭിപ്രായപ്പെട്ടു. അഭിനയത്തിന്റെ കാര്യത്തിൽ മോഹൻലാൽ വിസ്മയിച്ചിട്ടുണ്ടെങ്കിലും മോഹൻലാലിന്റെ ഡയലോഗ് ഡെലിവറി മോശമാണെന്ന് പലരും ആരോപിക്കുന്നു. മലയാളം കടന്ന തമിഴ് അഥവാ തമിഴാളയമാണ് മോഹൻലാലിന്റെ എന്നാണ് ചിലരുടെ പോസ്റ്ററിൽ. മോഹൻലാലിന്റെ ഡയലോഗ് ഡെലിവറി കേൾക്കാതിരിക്കാൻ AR റഹ്മാനെ കൊണ്ട് മണിരത്നം പല സീനുകളിലും BGM ഉപയോഗിച്ചെന്നും ട്രോളുകളുണ്ട്. എന്നാൽ മോഹൻലാലിന്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച പെർഫോമൻസും മണിരത്നത്തിന്റെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നുമാണ് ഇരുവരെന്ന് മോഹൻലാൽ ആരാധകർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ തുല്യനായ MGRന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മണിരത്നം ഇരുവരെ ഒരുക്കിയത്. വൻ ഹൈപ്പിലെത്തിയ സിനിമ ശരാശരി വിജയത്തിൽ ഒതുങ്ങിയെങ്കിലും കാലക്രമേണ കൾട്ട് സ്റ്റാറ്റസ് സ്വന്തമാക്കാൻ ഇരുവർക്ക് സാധിച്ചു. ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച സഹനടനുള്ള ദേശീയ അവാർഡ് പ്രകാശ് രാജിന് ലഭിക്കുകയും ചെയ്തു. വ്യത്യസ്ത ജോണറിലുള്ള രണ്ട് സിനിമകളെക്കുറിച്ച് ഇത്തരം താരതമ്യം ആവശ്യമില്ലെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ഇരുവരിലെ ആനന്ദനും കാന്തയിലെ മഹാദേവനും ഇരു താരങ്ങളുടെയും കരിയറിലെ മികച്ച പ്രകടനമാണെന്നും ചില പേജുകൾ അഭിപ്രായപ്പെട്ടു. വ്യത്യസ്തമായ ഈ ഫാൻ ഫൈറ്റ് ഇതിനോടകം വൈറലായി കഴിഞ്ഞു.